ആഗോള മയക്കുമരുന്ന് കടത്ത് തലവന് മെൽബണിൽ 16 വർഷം തടവ്. മെൽബൺ ആഗോള മയക്കുമരുന്ന് കടത്ത് സംഘമായ സാംഗോർ സിൻഡിക്കേറ്റിന്റെ മുൻ തലവനായ കനേഡിയൻ പൗരനെ മെൽബൺ കൌണ്ടി കോടതി 16 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. 2012 മുതൽ 2013 വരെ കാലയളവിൽ ഓസ്ട്രേലിയയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ഗൂഢാലോചന നടത്തിയതിനാണ് 62-കാരനായ ഇയാൾക്ക് ഇന്ന് ശിക്ഷ വിധിച്ചത്. പ്രധാന വിവരങ്ങൾ: 16 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ 10 വർഷം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇയാൾക്ക് പരോളിന് അർഹതയുണ്ടാകൂ. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത്, ബോർഡർ കൺട്രോൾഡ് ഡ്രഗ്സ് നടത്തിയെന്ന കുറ്റം 2025 നവംബർ 7-ന് ഇയാൾ കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഈ മയക്കുമരുന്ന് സംഘത്തെ തകർക്കാനായി 2012-ൽ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് AFP ആരംഭിച്ച ഓപ്പറേഷൻ വോളാന്റെ വിജയകരമായ പരിസമാപ്തിയാണിത്. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലേക്ക് ഏറ്റവും കൂടുതൽ മെത്താംഫെറ്റാമൈൻ കടത്തിയിരുന്നത് സാംഗോർ സിൻഡിക്കേറ്റ് ആയിരുന്നു. AFP കമ്മീഷണറുടെ പ്രതികരണം: AFPയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ അന്വേഷണങ്ങളിൽ ഒന്നാണിതെന്ന് കമ്മീഷണർ ക്രിസി ബാരറ്റ് പറഞ്ഞു. സമൂഹത്തിന് വലിയ ദോഷം വരുത്തുന്ന ക്രിമിനൽ സംഘങ്ങളെ കണ്ടെത്തി തകർക്കുന്നതിൽ AFPയുടെ മികവ് തെളിയിക്കുന്നതാണ് ഈ വിധി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ 14 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. ലോകത്തിന്റെ ഏത് കോണിലായാലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ AFPക്ക് കഴിയുമെന്നതിന്റെ തെളിവാണിത്, കമ്മീഷണർ വ്യക്തമാക്കി. ഓസ്ട്രേലിയയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ആഭ്യന്തര ആഗോള ക്രിമിനലുകൾക്കെതിരായ പോരാട്ടം AFP തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു.